തൊഴിൽ നിയമങ്ങൾ മുഴുവൻ കാറ്റിൽ പറത്തി കേരളത്തിൽ ഒറ്റ ദിവസം 800 IT തൊഴിലാളികളെ പിരിച്ചുവിട്ട കോറോ ഹെൽത്ത് എന്ന കമ്പനിക്കെതിരെ പരസ്യ പ്രതികരണവുമായി PA മുഹമ്മദ് റിയാസ്. കോഴിക്കോട് ജില്ലയിലെ കമ്പനിയുടെ ഓഫീസിൽ നിന്ന് പിരിച്ചുവിട്ടവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മന്ത്രി കോറോ ഹെൽത്ത് കമ്പനിയുടെ കോഴിക്കോട് ഓഫീസിന് മുന്നിൽ പ്രതിഷേധിക്കുന്ന ജീവനക്കാർക്കടുത്തെത്തി റിയാസ് ഉറച്ച ശബ്ദത്തിൽ അവർക്ക് ഐക്യദാർഢ്യ പ്രഖ്യാപനം നടത്തി. ഇതിൽ നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ട്, ന്യായത്തിന്റെ കൂടെ ഞങ്ങളെല്ലാവരും ഉണ്ട്. നിങ്ങൾക്കൊപ്പം ശക്തമായി ഞങ്ങളെല്ലാവരും നിലകൊള്ളും. ഗവൺമെന്റിനോട്, സ്റ്റേറ്റ് ഗവൺമെന്റിനോട് ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടാൻ പറയും. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ട് സംസാരിച്ചു, മുഖ്യമന്ത്രി, തൊഴിൽ വകുപ്പ് മന്ത്രി എന്നിവരുമായി സംസാരിച്ച് ഈ കമ്പനി കോറോ ഹെൽത്ത് എന്ന് പറയുന്ന ഈ കമ്പനി നിയമം ലംഘിച്ചിരിക്കുകയാണ്, തൊഴിൽ നിയമം ലംഘിച്ചിരിക്കുകയാണ്. അത് ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് അടിയന്തരമായി ശക്തമായി ഇടപെട്ട് പോകാൻ വേണ്ടി ആവശ്യപ്പെടും. ഇന്നലകളിൽ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ എന്നാൽ പുച്ഛമായിരുന്നവർക്ക് ഇനി മുതലായിരിക്കും എന്താണ് തൊഴിൽ അവകാശങ്ങൾ, തൊഴിലാളി അവകാശങ്ങൾ എന്നതിനെക്കുറിച്ചൊക്കെ ഇനി തിരിച്ചറിവുണ്ടാവുക. റിയാസിന്റെ ഉറച്ച ശബ്ദത്തോടെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ തൊഴിൽ നിയമങ്ങൾ ആകെ കാറ്റിപ്പറത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു നടപടി സ്വീകരിച്ചതിനോട് ഒട്ടും യോജിക്കാൻ കഴിയില്ല. ശക്തമായ പ്രതിഷേധം കമ്പനിക്കെതിരെ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി അദ്ദേഹം നൽകുന്നുണ്ട്. കേരളത്തിൽ IT സ്ഥാപനങ്ങളിൽ തൊഴിൽ നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് തൊഴിൽ ചൂഷണങ്ങൾ അരങ്ങേറുന്നതായിട്ടുള്ള പരാതികൾ നേരത്തെയും ഉയർന്നിരുന്നു. ഇത്തരം ചൂഷണങ്ങൾക്ക് വിധേയരായിക്കൊണ്ടിരുന്ന ജീവനക്കാരെ തൊഴിൽ നിയമങ്ങൾ കൂടി കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു മുന്നറിയിപ്പ് നൽകാതെ പിരിച്ചുവിട്ട സമീപനം കൂടി ഉണ്ടായപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾ കേരളത്തിൽ അനുവദിക്കാൻ കഴിയില്ല. ജീവനക്കാരുടെ സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നുള്ള പരസ്യമായ ആഹ്വാനവുമായിട്ടാണ് റിയാസ് ഇന്ന് ജീവനക്കാരുടെ അടുത്തേക്ക് എത്തിയത്. നേരത്തെ IT സ്ഥാപനങ്ങളിൽ ഇത്തരം തൊഴിലാളി യൂണിയനുകൾ അനുവദിക്കാതിരുന്നത് തൊഴിൽ അവകാശങ്ങൾ ജീവനക്കാരറിയാതെ അവരെ ചൂഷണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ്. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പുതിയ തൊഴിൽ നിയമത്തിന്റെ ഭാഗമായിട്ട് ഒരു മുന്നറിയിപ്പുമില്ലാതെ രാവിലെ ജോലിക്കെത്തിയവരെ നീതിരഹിതമായി ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു എന്നറിയിച്ച സമീപനം കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ്. അതിനെതിരെ ശക്തമായി ജീവനക്കാർ പ്രതിഷേധിച്ചപ്പോൾ അതിന് പിന്തുണ കൊടുക്കാൻ ഇടതുപക്ഷം തീരുമാനിച്ചു. അത് റിയാസ് ഉറക്കെ തന്നെ അവരുടെ മുന്നിലെത്തി ഉറപ്പ് നൽകി.